എനിക്ക് സന്താനങ്ങളുണ്ടോ? അൽഹംദുലില്ലാഹ്. സന്താനങ്ങളില്ലേ? അൽഹംദുലില്ലാഹ്. ഇല്ലായ്മയിലും വല്ലായ്മയിലും ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും അർറഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ്, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഒരേ ഒരു അധിപൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ പറയാനുള്ളത് പറയുകയാണ്, ചോദിക്കാനുള്ളത് ചോദിക്കുന്നു. എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ നീ എന്നെ വഴി നടത്തണേ റബ്ബേ. ഏത് മാർഗത്തിൽ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് നൽകിയവരുടെ മാർഗത്തിൽ, നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ നീ എന്നെ വഴി നടത്തണേ റബ്ബേ. ആരാണ് ഈ അനുഗ്രഹം ചെയ്തവർ? പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ നിഅമത്ത് ചൊരിയപ്പെട്ടവർ? വമൻ യുത്ഇല്ലാഹ വറസൂൽ, ആരാണോ അല്ലാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ചത്, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അവർ അമ്പിയാക്കളുടെ കൂടെയാണ്, സിദ്ദീഖുകളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്, അതുപോലെ തന്നെ രക്തസാക്ഷികളുടെ കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഫദ്ഖുലി ഫീ ഇബാദി എന്ന് റബ്ബ് പറയുമ്പോ, മരിക്കുന്ന ഒരു മനുഷ്യനോട് റബ്ബ് അത് പറയുമ്പോ അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന അടിമകളെയാണ്. അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സദ്വൃത്തരുടെ കൂടെ റബ്ബേ, രക്തസാക്ഷികളുടെ കൂടെ റബ്ബേ, സത്യവാന്മാരുടെ കൂടെ റബ്ബേ, പ്രവാചകന്മാരുടെ കൂടെ റബ്ബേ. അങ്ങനെ ആ കൂട്ടത്തിലാണ് എന്നെ ഉൾപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് എന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തൊട്ട് നമസ്കാരത്തിൽ കൈകെട്ടിക്കൊണ്ട് ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് നിങ്ങൾ പാരായണം ചെയ്യുമ്പോ, നിങ്ങളുടെ മരണത്തിന്റെ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. നിങ്ങളുടെ മരണത്തിന്റെ സമയത്തുള്ള ആ രംഗങ്ങൾ മനസ്സിലേക്ക് ഓടി വരണം. എന്നിട്ട് റബ്ബിനോടുള്ള പ്രാർത്ഥന, റബ്ബേ നീ ഖുർആനിൽ പറഞ്ഞ സ്വാലിഹീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ, സത്യവാന്മാരുടെ കൂടെ എന്നെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അവസാനം മരണത്തിലേറി ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരുമ്പോ, അല്ലാ തിരിച്ചുവരവ് ഈ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടാകാൻ എന്നെ അനുഗ്രഹിക്കണേ റബ്ബേ. ഫദ്ഖുലി ഫീ ഇബാദി. അവസാനമായി അല്ലാഹ്ക്ക് പറയാനുള്ളത് എന്താണ്? ഫദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. ഈ ദുനിയാവിലെ ജീവിതಕ್ಕೆ തിരശ്ശീല വീഴുന്നതോടൊപ്പം പിറകിലുള്ള ബർസഖിന്റെ ജീവിതത്തിലേക്കുള്ള തിരശ്ശീല പൊങ്ങുകയാണ്. വിശാലമായ ജീവിതമാണ് നമുക്ക് പോകാനുള്ളത്, ബർസഖിലേക്കാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആനും തിരുഹദീസും നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ലോകം എന്ന് പറയുന്നത് ആത്മാക്കളുടെ ലോകമാണ്, ആലമുൽ അർവാഹാണ്. രണ്ടാമത്തെ ലോകം എന്ന് പറയുന്നത് അജ്ഞാതമായ കാലഘട്ടമാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറാ, ഓർക്കപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥയിൽ മനുഷ്യ ജീവിതങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇടപെടൽ കൊണ്ട് ഉമ്മയുടെയും വാപ്പയുടെയും ശരീരത്തിൽ പപ്പാതിയായും പിന്നീട് ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് പൂർണ്ണമായും റബ്ബ് നമ്മെ സ്വാംശീകരിക്കുന്ന മൂന്നാമത്തെ ഘട്ടമാണ്. പരീക്ഷണത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഈ ജീവിതത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഈ ജീവിതത്തിന്റെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് വരാൻ പോകുന്ന ഘട്ടങ്ങൾ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി ഓരോ ഘട്ടങ്ങളും പ്രയാസം കൂടിയതാണ്. ഈ ദുനിയാവിലെ ജീവിതം പോലെയല്ല ഖബർ ജീവിതം, അതിനേക്കാൾ പ്രയാസമാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് കിടക്കുന്നത് പോലെയല്ല ഒരിക്കലും ഖബർ ജീവിതം എന്ന് പറയുന്നത്. മാശറ എന്നത് ഖബറിനേക്കാൾ പ്രയാസമുള്ളതാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ഇസ്രാഫീൽ രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുന്നവരെ ഖബറിൽ ജീവിതമുണ്ട്. പ്രിയപ്പെട്ടവരെ, രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്, സമാധാനമുണ്ട്, അസമാധാനമുണ്ടെല്ലാം ആ ഖബറിൽ വെച്ച് അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഉണർത്തി തന്നിട്ടുണ്ട്. ആ ഖബറിന് വേണ്ടി നാം എന്താണ് ഒരുങ്ങിയിട്ടുള്ളത്? നമ്മുടെ ഖബർ ജീവിതത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ആ വീടിന് വേണ്ടി എത്ര വർഷങ്ങളാണ് നാം പദ്ധതിയിട്ടിട്ടുണ്ടാവുക? ആ വീടിന്റെ സ്ഥലം നോക്കുമ്പോൾ
പോകുമ്പോ ആ സ്ഥലത്ത് വെള്ളം കയറുമോ, അല്ലെങ്കിൽ നല്ല മണ്ണാണോ, അടുത്ത് പള്ളിയുണ്ടോ, സ്കൂളുണ്ടോ, ആശുപത്രിയുണ്ടോ, എന്തൊക്കെ അന്വേഷണങ്ങളാണ് നാം നടത്തുക. അങ്ങനെ ആ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ വീടിന്റെ പ്ലാൻ വരയ്ക്കുന്നതിന് വേണ്ടി, വീടുണ്ടാക്കുന്നതിന്റെ പദ്ധതി ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര എഞ്ചിനീയർമാരെയാണ് നമ്മൾ കാണുക, എത്ര കമ്പനിയിലാണ് നാം അപേക്ഷ കൊടുക്കുക. അങ്ങനെ അവസാനം വീടിന്റെ പ്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് ആ വീടിന്റെ നിർമ്മാണം തുടങ്ങുമ്പോ, തറയിടുമ്പോ, അതിന്റെ മുകളിലേക്ക് മതിൽ കെട്ടുമ്പോ, അതുപോലെ തന്നെ വാർക്കുമ്പോ, അതിന്റെ ഓരോ ജനൽപ്പാളികളും വാതിലുകളും വെക്കുമ്പോ എത്ര തവണ നാം ആലോചിച്ചിട്ടുണ്ട്, എത്ര ആളുകളോട് നാം ചർച്ച ചെയ്തിട്ടുണ്ട്, എത്ര നാം അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ വീടിന്റെ ഉള്ളിലുള്ള ഓരോ ഫർണിച്ചറുകളും നാം വെറുതെ അങ്ങ് വാങ്ങിച്ചതല്ല, കൃത്യമായി അന്വേഷിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം നാം വാങ്ങിച്ചതാണ്. ഇനി ആ വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര കൊല്ലമാണ് പ്രിയപ്പെട്ടവർ അവിടെ നമുക്ക് ജീവിക്കാൻ കഴിയുക? എത്ര കൊല്ലമാണ്? 40, 50, 60, ഇനി കൂടിപ്പോയാൽ 70, 80 കൊല്ലം. ഒരാൾ 30-ാമത്തെയോ 40-ാമത്തെയോ വയസ്സിൽ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 60, 50, 70 കൊല്ലം കൂടിപ്പോയാൽ അയാൾക്ക് ജീവിക്കാൻ കഴിയും, ഏറ്റവും കൂടുതൽ ആയുസ് പടച്ചോൻ കൊടുത്താൽ. എന്നിട്ട് തിരിച്ചു പോകേണ്ടത് എവിടേക്കാണ്? ഖബറിലേക്കാണ്. ഖബറിൽ എത്ര കൊല്ലമാണ് നാം കിടക്കേണ്ടത്? 60 കൊല്ലമാണോ, 70 കൊല്ലമാണോ, 100 കൊല്ലമാണോ? സഹസ്രാബ്ദങ്ങൾ ആ ഖബറിൽ നാം കിടക്കേണ്ടി വരും. ഒരുപക്ഷെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആ ഖബറിൽ നാം ഒരുപക്ഷെ കിടക്കേണ്ടി വരും. ആ ഖബറിന്റെ അകത്തളങ്ങളിൽ നാം എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ കിടക്കാനുള്ള 60, 70 കൊല്ലം കിടക്കാനുള്ള വീടിന് വേണ്ടി, താമസിക്കാനുള്ള വീടിന് വേണ്ടി മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നാം ചെലവഴിക്കുമ്പോൾ സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ എല്ലാ ഭൂരിഭാഗവും ആ വീടിന് വേണ്ടി ചെലവഴിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കിടക്കാനുള്ള ഏകാന്തതയുടെ വീടിന് വേണ്ടി നാം എന്താണ് മാറ്റിവെച്ചത്? എത്ര സമയമാണ് നാം മാറ്റിവെച്ചത്? എത്ര പണമാണ് നാം മാറ്റിവെച്ചത്? എത്ര അധ്വാനമാണ് നാം മാറ്റിവെച്ചത്? പണ്ടുള്ള ആളുകൾ പറയുമല്ലോ, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. ഖബർ കാണുമ്പോഴല്ല പ്രിയപ്പെട്ടവരെ, ഖബർ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ കണ്ണ് നിറയേണ്ടതുണ്ട്, നമ്മുടെ ഉള്ളം അടക്കേണ്ടതുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശ്റത്തുൽ മുബശ്ശിരീനുള്ളയാളാണെങ്കിലും ഖബറിന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറയുമായിരുന്നു. തിങ്ങി നിറഞ്ഞ് നീണ്ടു കിടക്കുന്ന താടിരോമങ്ങൾ നനഞ്ഞു കുതിരുമാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. ചോദിക്കപ്പെട്ടാൽ അദ്ദേഹം പറയുമായിരുന്നു, ഇതാണ് ആദ്യത്തെ വീട്. രക്ഷയാണെങ്കിൽ രക്ഷ, ശിക്ഷയാണെങ്കിൽ ശിക്ഷ, രണ്ടും തീരുമാനിക്കപ്പെടുന്നത് ഈ വീട്ടിൽ വെച്ച് തന്നെയാണെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറുപടി പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഖബറിലെ അവസ്ഥകൾ, തലയിണയില്ലാത്ത, മാർദ്ദവമേറിയ മെട്ടയില്ലാത്ത, AC ഇല്ലാത്ത, വിളക്കുകളില്ലാത്ത, സുഖസൗകര്യങ്ങളില്ലാത്ത ആ ഖബറിന്റെ അകത്ത് എത്ര കാലം നാം കിടക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ? അവിടെ നമുക്ക് ബാക്കിയാവുക 3 കാര്യങ്ങൾ മാത്രമാണ്. 3 കാര്യങ്ങൾ മാത്രമാണ്. അതിലൊന്നാമത്തത് നമ്മുടെ അമലുകളാണ്, നമ്മുടെ കർമ്മങ്ങളാണ്. നിസ്കരിക്കാൻ നമുക്ക് ഇഷ്ടമല്ല, എന്നാൽ ആ നമസ്കാരമാണ് ഖബറിൽ നമുക്ക് ഉപകാരപ്പെടുക. കച്ചവടത്തേക്കാൾ ഇഷ്ടം, നിസ്കാരത്തേക്കാൾ നമുക്കിഷ്ടം കച്ചവടമാണ്. കച്ചവടം ഖബറിലെത്തുകയില്ല, നിസ്കാരം ഖബറിലെത്തും. ഭക്ഷണത്തേക്കാൾ, നോമ്പിനേക്കാൾ നമുക്കിഷ്ടം ഭക്ഷണമാണെന്നാൽ ആ ഭക്ഷണം ഖബറിലേക്ക് എത്തുകയില്ല പ്രിയപ്പെട്ടവരെ, നോമ്പ് ഖബറിലേക്ക് എത്തും. എന്താണോ നാം ഇവിടെ വിമുഖത കാണിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം, മടി കാണിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്താണോ, ആ മടി കാണിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം മാത്രമേ ഖബറിലേക്ക് ഒഴുകിയെത്തുകയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമതായി ബാക്കിയാകുക എന്താണ്? സ്വദഖത്തുൻ ജാരിയ. ജാരിയ എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഒരാളുടെ ആയുസ്സിന് ശേഷവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വദഖ. എത്ര സുന്ദരമായ പ്രയോഗമാണ്! ഒരു മനുഷ്യന്റെ ആയുസ്സിന് ശേഷവും ആയുസ്സിന്റെ അപ്പുറത്തേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വദഖ, അത് അയാളുടെ സ്വദഖ ഏറ്റവും മഹനീയമായ സ്വദഖയാണ്. എന്താണത്? ജീവിത കാലഘട്ടത്തിൽ നാം ഇവിടെ ബാക്കിയാക്കി പോകുന്ന അത്തറുകളാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആതാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ കിതാബിൻ മുബീൻ. സൂറ യാസീനിലെ ആയത്താണ്. മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ കരയുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ആളുകൾ ചോദിക്കുന്നു, എന്താണ് ഡോക്ടർ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്?
നിങ്ങളെ സങ്കടപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി പറയുകയാണ്, ഈ ആയത്താണ് ഓതുന്നത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആതാറഹും. നാമാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. മരണത്തിനുമപ്പുറം നിങ്ങളുടെ അസറുകളെ നാം എഴുതി വെക്കുന്നതാണ്, ആതാറുകളെ നാം എഴുതി വെക്കുന്നതാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിന്റെ ഭൂതകാലഘട്ടത്തിൽ യുക്തിവാദിയായ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ചന്തക്കുന്ന് അങ്ങാടിയിൽ യുക്തിവാദത്തിന് വേണ്ടി പരസ്യമായി വാദിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ആ യുക്തിവാദത്തിന്റെ മാറാപ്പ് വേറിക്കൊണ്ട് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് ഈ വിശ്വാസത്തിന്റെ മാധുര്യം നുണയാൻ കഴിഞ്ഞത്. ഈ യുക്തിവാദം എന്ന് പറയുന്നത്, ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഒരടിസ്ഥാനവുമില്ലാത്ത പമ്പര വിഡ്ഢിത്തമാണെന്ന വസ്തുത ഞാൻ മനസ്സിലാക്കി തിരിച്ചു വരുന്നത് പിന്നീടാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ എന്റെ പ്രവർത്തനത്തിന്റെ അത്തറിന്നും നിലനിൽക്കുന്നുണ്ടാവും. അന്നത്തെ എന്റെ സംസാരം കേട്ട്, അന്നത്തെ എന്റെ അവതരണം കേട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന് കുത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ ലോകത്ത് ബാക്കിയാക്കി പോകുന്ന അത്തറാണ്. ആ അത്തറിനെ ഞാൻ ഭയപ്പെടുന്നു, ആ അടയാളത്തെ ഞാൻ ഭയപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഉണ്ടാക്കി വെച്ച അടയാളം എന്താണ്? നമ്മുടെ മരണത്തിന് ശേഷം ആളുകൾ നമ്മെ എങ്ങനെയാണ് ഓർക്കുക? നാം ഉണ്ടാക്കി വെച്ച ബംഗ്ലാവ് പോലെയുള്ള വീടിലൂടെയാണോ, അതല്ലെങ്കിൽ നാം വളർത്തിയെടുത്ത വിശാലമായ കച്ചവട സാമ്രാജ്യത്തിലൂടെയാണോ, അതല്ല നാം നാട്ടിലുണ്ടാക്കിയ 5 നേരവും ഹയ്യാല സ്വലാ എന്ന മധുരമായ ബാങ്കിന്റെ ധ്വനികൾ ഉയരുന്ന പള്ളിയിലൂടെയാണോ, അതല്ല നാം തെളിച്ചു വെച്ച തൗഹീദിന്റെ പ്രബോധനത്തിന്റെ ആ പരിശ്രമത്തിന്റെ വഴിയിലൂടെയാണോ? ഏതിലൂടെയാണ് ആളുകൾ നമ്മെ ഓർക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണശേഷവും നാം ഇവിടെ ചിലവഴിച്ച, നാം ഇവിടെ ഉണ്ടാക്കിയെടുത്ത, ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന, ആളുകൾക്ക് ഹിദായത്ത് കിട്ടുന്ന മാർഗങ്ങളുണ്ടല്ലോ, അതിനെയാണ് സ്വതഖത്തുൻ ജാരി എന്ന് പറയുന്നത്. അത് ഖബറിലേക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഒഴുക്ക് നിൽക്കുന്നത് വരെ ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ ആ കിണറ്റിൽ നിന്ന് മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും വെള്ളം കുടിക്കുന്ന കാലത്തോളം ഇയാളുടെ കിതാബ് അടച്ചു വെക്കുകയില്ല മലക്കുകൾ. ഈ മനുഷ്യന്റെ കിതാബ് അടച്ചു വെക്കുകയില്ല. ആലോചിച്ചു നോക്ക് നിങ്ങൾ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തിന്മയും നമ്മൾ ചെയ്യില്ല, ഒരു തിന്മയും ചെയ്യാൻ കഴിയില്ല. ആ സമയത്തും മലക്കുകൾ ഈ ലോകത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്മകൾ അവരങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നാം കുടിച്ച കിണറിൽ നിന്ന് ഓരോ പക്ഷി വെള്ളം കുടിക്കുമ്പോഴും, ഓരോ മൃഗങ്ങൾ വെള്ളം കുടിക്കുമ്പോഴും, ഓരോ മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോഴും, നാം ഉണ്ടാക്കി കൊടുത്ത പള്ളിയിൽ നിന്ന് ഓരോ മനുഷ്യർ സുജൂദ് ചെയ്യുമ്പോഴും, ഓരോ മനുഷ്യർ ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മുടെ കിതാബിലേക്ക് അമലുകൾ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സ്വതഖത്തുൻ ജാരിയ, ഒഴുകുന്ന സ്വതഖയാണ്. മൂന്നാമതായ ഖബറിലേക്ക് ബാക്കിയായി വരാനുള്ളത് എന്താണെന്ന് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. സ്വാലിഹായ സന്താനമാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മക്കൾ ഇന്നത് പഠിച്ചിട്ടുണ്ട്, ഇന്ന വീട്ടിലാണ് കല്യാണം കഴിച്ചത്, ഇന്ന ജോലിയാണ് അവൻ ചെയ്യുന്നത്, ഇത്ര അക്ക ശമ്പളമാണ് അവൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് എൻ്റെ കുട്ടി സ്വാലിഹാണ്, ദരിദ്രനാണെങ്കിലും കൂലിപ്പണി എടുക്കുന്നവനാണെങ്കിലും സ്കൂളിലോ അതല്ലെങ്കിൽ കോളേജുകളിലോ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിലും അവൻ സ്വാലിഹാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്, അള്ളാന്റെ മുന്നിൽ കൈനീട്ടുന്നവനാണ്, കരയുന്നവനാണ്, ദഅവത്തിന്റെ വീതിയിൽ സജീവമായുള്ളവനാണെന്ന് പറയാൻ ഒരാൾക്ക് സാധിച്ചാൽ ആ മകന്റെ ഇസ്തിഗ്ഫാറാണ്, ആ മകന്റെ ദുആയാണ് ഖബറിലേക്ക് അങ്ങോട്ട് ഒഴുകി വരിക. നമ്മൾ ഈ പടുത്തുയർത്തുന്നതോ, നമ്മൾ ഈ വാരിക്കൂട്ടുന്നതോ, നമ്മൾ ബന്ധങ്ങൾ നോക്കാതെ, രക്തബന്ധങ്ങൾ നോക്കാതെ, ഹക്കും ബാത്തിലും ഹറാമും ഹലാലും നോക്കാതെ നമ്മൾ ഈ നേടിയെടുക്കുന്നതോ ഒന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ ഖബറിലേക്ക് വരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഖബറിൽ അല്ലാഹുവിന്റെ റസൂൽ ചില ചോദ്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ ചോദ്യങ്ങൾ? മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ആരാണ് നിന്റെ റബ്ബ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഈ ചോദ്യത്തിന് എത്ര വലിയ അറബിക് മുൻഷിയായാലും, അറബി പഠിച്ച് സകല കിതാബുകളും ഓതി, മജ്മൂഉൽ കുതുബ് മുഴുവനും ഓതി, അറബി ഭാഷയുടെ അങ്ങേയറ്റത്തെ സങ്കീർണമായ കാര്യങ്ങളും കിതാബുകളും എല്ലാം പഠിച്ചു വെച്ച വലിയ പണ്ഡിതനെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ ഖബറിൽ വെച്ച് കഴിഞ്ഞാലുള്ള ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. എന്നാൽ അറബി അറിയാത്ത, ഖുർആൻ ഓതും ഒരുപക്ഷെ അർത്ഥം മനസ്സിലാകാത്ത, മൻ റബ്ബുക എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ എന്താണ് ഈ ചോദിച്ചതെന്ന് മനസ്സിലാകാത്ത പാമരനായ ഒരു മനുഷ്യൻ, പടുജാഹിലായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഖബറിൽ വെച്ച് മറുപടി പറയും, റബ്ബി, അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്,
എൻ്റെ രക്ഷിതാവ് അല്ലാഹുവാണ്. എങ്ങനെയാണ് ഈ മറുപടി പറയാൻ സാധിക്കുക? യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഈ ദുനിയാവിൽ ആ കലിമക്ക് വേണ്ടി നാം ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം, അല്ലാഹു അല്ലാതെ ആരാധനില്ല എന്ന വചനം മക്കൾക്ക് താരാട്ട് പാടാൻ വേണ്ടി മാത്രമുള്ളതല്ല പ്രിയപ്പെട്ടവരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. അതര വ്യായാമമല്ല, ചുണ്ടുകളുടെ വ്യായാമമല്ല, മറിച്ച് ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് കിട്ടിയത് സൗജന്യമായിട്ടല്ല. എത്രയോ മനുഷ്യരുടെ ജീവൻ അതിലുണ്ട്, എത്രയോ മനുഷ്യരുടെ കണ്ണീരതിലുണ്ട്, എത്രയോ മനുഷ്യരുടെ ചോര അതിലുണ്ട്, എത്രയോ മനുഷ്യരുടെ മക്കളെ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആർത്തികരച്ചിൽ അവിടെയുണ്ട്, അതിലുണ്ട് പ്രിയപ്പെട്ടവരെ. മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു സമാധാനത്തോടെയുള്ള ജീവിതം നയിക്കുന്നതിനിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലേറ്റിയത് കൊണ്ടാണ് അടികൊള്ളേണ്ടി വന്നത്, ചാട്ടവാറടി കൊണ്ടത്, ബഹിഷ്കരിക്കപ്പെട്ടത്. ചൂടുള്ള മരുഭൂമിയിൽ മലർത്തി കിടത്തി ചാട്ടവാറ് കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ചാട്ടവാറിന്റെ അടിയുടെ വേദന പോലും തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് ദാഹമങ്ങ് കലശലായപ്പോ എനിക്ക് ദാഹിക്കുന്നേ, വെള്ളം തരണേ എന്ന് ആർത്ത് കരഞ്ഞപ്പോ ആ ബിലാലിന്റെ വായിലേക്ക് കാർക്കിച്ച് തുപ്പപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിനു വേണ്ടിയാണ്. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പണിക്കാരനാണ്. യജമാനത്തി ആ കൊല്ലപ്പണിക്കാരന്റെ ആലയിലേക്ക് വന്ന് ചൂടുള്ള ഇരുമ്പ് പഴുപ്പിച്ച് വസ്ത്രം ധരിക്കാത്ത മേനിയിലേക്ക് ആ ഇരുമ്പ് പഠിപ്പിച്ചു വെക്കുമ്പോ രക്തവും മാംസവും കരിഞ്ഞ പുക വരുമ്പോ ആ വേദന കൊണ്ട് ആർത്തട്ടഹസിച്ചു കരയുമ്പോഴും പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിനെതിരായി ഒരു വാക്ക് പോലും ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. ഗുഹ്യസ്ഥാനത്തേക്ക് കുന്തമെടുത്തു കുത്തി ചോര വാർന്ന് സ്വന്തം ഉമ്മ മരണപ്പെടുമ്പോഴും അമ്മാറിനോ യാസറിനോ പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് പുഴുക്കുത്തേറ്റിട്ടില്ല, ആദർശത്തിന് മങ്ങൽ വന്നിട്ടില്ല. പതിനായിരക്കണക്കിന് സ്വഹാബികൾ, പതിനായിരക്കണക്കിന് മനുഷ്യർ, എത്രയോ മുസ്ലിം ഉമ്മത്ത് അവരുടെ ജീവിതവും ജീവനും നൽകി പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കടന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തിയതാണ് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം. അത് താരാട്ട് പാടാൻ വേണ്ടി മാത്രമുള്ളതല്ല. ആ താരാട്ട് പാടുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാം നമ്മുടെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത്, പാടിക്കൊടുക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അത് കേവലം പാട്ടായിക്കൊണ്ടല്ല, അടുത്ത തലമുറയിലേക്ക് കൈമാറുകയാണ്. അടുത്ത തലമുറയിലേക്ക് പുഴുക്കുത്തേറ്റാത്ത രീതിയിൽ, ഒരു തരത്തിലുള്ള മങ്ങലും വരാത്ത രീതിയിൽ ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അല്ലാഹു മാത്രമാണ്, പ്രപഞ്ചനാഥൻ മാത്രമാണ് ആരാധനക്കർഹൻ. പ്രിയപ്പെട്ടവരെ ആ ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ നാം തലമുറയിലേക്ക് കൈമാറുന്നത് താരാട്ടുപാട്ടിലൂടെ, അതുപോലെ തന്നെ മറ്റു കവിതകളിലൂടെയും കഥകളിലൂടെയെല്ലാം മക്കളിലേക്ക് നാം കൈമാറുന്നത് അടുത്ത തലമുറയിലേക്കുള്ള സന്ദേശമാണ്. ആ സന്ദേശം ഹൃദയത്തിൽ രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഖബറിലെ അമൻ റബ്ബുക എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ മറുപടി പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായ ഒരു പ്രവണതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, ഒരു ചിന്തയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ജീവിതത്തിൽ പ്രയാസം വരുമ്പോ അല്ലാഹു പറയുകയാണ് ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ. എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണം നബിയെ, ഞാൻ സമീപസ്ഥനാണ്, അടുത്തുള്ളവനാണ്. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ. അർത്ഥിക്കുന്നവനോട് അർത്ഥന നടത്തുമ്പോ ആ അർത്ഥനക്ക് ഉത്തരം നൽകുന്നവനാണ് ഞാൻ. അലൈസല്ലാഹു ബികാഫിൻ അബദ. അല്ലാഹുവിന്റെ അടിമക്കവൻ മതിയായവനല്ലേ? അലൈസല്ലാഹു ബികാഫിൻ അബദ. അല്ലാഹുവിന്റെ അടിമക്കവൻ മതിയായവനല്ലേ എന്ന് പടച്ചറബ് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറയുന്നു ومن نضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്ത, അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരേക്കാൾ വഴി പിഴച്ചു പോയവൻ ആരാണുള്ളത്? വഴികെട്ട് പോയവൻ ആരാണുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രോഗം വരുമ്പോ, രോഗം വന്ന ആശുപത്രിയിലേക്ക് നാം പോകുമ്പോ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാലും നമ്മളൊരു വിളി വിളിക്കാനുണ്ട്. ഡോക്ടറെ കാണിച്ചാൽ മാത്രം രോഗം മാറില്ല എന്ന് നമുക്കറിയാം. ആ ഡോക്ടർക്ക് മുകളിൽ ഒരു ഇടപെടൽ ആവശ്യമുണ്ട്, അത് അല്ലാഹു മാത്രമാണ്. ഡോക്ടറെ കാണിച്ചതിന് ശേഷവും മൊയ്‌ദി ശൈഖിനെ വിളിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മമ്പറത്ത് തങ്ങളെ വിളിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. CM മടവൂരിനെ വിളിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ആ ഡോക്ടറുടെയും അപ്പുറത്ത് എനിക്ക് കിട്ടാനുള്ളത് എൻ്റെ റബ്ബിന്റെ അടുത്തു നിന്ന് മാത്രമാണ്, എൻ്റെ രക്ഷിതാവിന്റെ
അടുത്ത് നിന്ന് മാത്രമാണ്, അവൻ്റെ അടുത്ത് നിന്നല്ലാതെ ഒരു സഹായവും എനിക്ക് കിട്ടാനില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും, ആ ബുദ്ധിമുട്ടുകൾ നിവർത്തി തരാൻ, ആ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു തരാൻ എൻ്റെ രക്ഷിതാവ് മാത്രമേ, എൻ്റെ റബ്ബ് മാത്രമേ എന്നോടൊപ്പമുള്ളൂ എന്ന അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോൾ റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബെന്ന് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ ഖബർ ജീവിതത്തിന് വേണ്ടി, ആ ഖബറിലെ ചോദ്യത്തിന് വേണ്ടി, ആ ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഖബർ ജീവിതം അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ എപ്പോഴാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോഴാണ്. രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോൾ ഈ ദുനിയാവ് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ തരത്തിലേക്ക് മാറ്റുമെന്ന് പരിശുദ്ധ ഖുർആൻ. വ ഇന്നാ ലജാഇലൂന മാ അലൈഹാ സുഈദൻ ജുറുസാ. ദുനിയാവ് മുഴുവൻ വെലുവെടുത്ത മണൽപ്പരപ്പ് മാത്രമുള്ള ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റും. എവിടെ നിന്നാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക? നമ്മുടെ നാട്ടിൽ എവിടെയാണോ നമ്മൾ ഖബറടക്കിയത്, ഈ രാമന്തളി പ്രദേശത്തുകാരുടെ ഖബർ എവിടെയാണോ, അവരുടെ മയ്യത്ത് മറമാടുന്ന എവിടെയാണോ, അതേ ഖബർസ്ഥാനിൽ നിന്നാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോൾ നമ്മളിങ്ങനെ എഴുന്നേറ്റ് വരിക. അള്ളാഹുവിന്റെ വെളിയാളത്തിലേക്ക് സൂറിലൂതപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് കൂട്ടം കൂട്ടമായി അവർ ആ വിചാരണ വേദിയിലേക്ക് അങ്ങനെ പോകുകയാണ്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ഭീകരമായ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. വൈയക്തിക ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും സാമ്പത്തിക സാമൂഹിക കുടുംബ ജീവിതങ്ങളിലുമെല്ലാം പരിശുദ്ധിക്കാത്ത് സൂക്ഷിക്കണം. കാരണം അന്നേ ദിവസത്തെ വിചാരണയിൽ നാവിനോ വായക്കോ ഒരു സ്ഥാനമില്ല. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കളവ് മാത്രം പറഞ്ഞ് ന്യായീകരിച്ച് മാത്രം ശീലമുള്ള നമ്മുടെ വായകൾക്കും നാവുകൾക്കും സീൽ വെച്ച് കൈകൾ റബ്ബിനോട് പറയും, ഫഅൽതു കദാ വകദാ, ഫഅൽതു കദാ വകദാ, റബ്ബേ ഞാൻ ഇന്നത് ചെയ്തു. കാല് സാക്ഷ്യം വഹിക്കും, അല്ലാഹുവേ ആ ചെയ്തിക്ക് ഞാൻ സാക്ഷിയാണ്, ആ പ്രവർത്തനത്തിന് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, തൗഹീദ് ഉറപ്പിക്കുക, സുന്നകളായി ജീവിക്കുക, പരലോക രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുക. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. പരലോകത്തെ രക്ഷ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, ഭയാനകവും ഭീകരവുമായ നിന്റെ നരകത്തിൻ്റെ അദാബിൽ നിന്ന് രക്ഷ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണം റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.